തനിക്കെതിരെ ഉയർന്ന വർഗീയ പരാമർശം എന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ശക്തമായ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ വാക്കുകൾ ബോധപൂർവം വളച്ചൊടിച്ചതാണെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചല്ല താൻ സംസാരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി മാധ്യമങ്ങളും പ്രതിപക്ഷവും തന്റെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വർഗീയത ഏത് ഭാഗത്ത് നിന്നുണ്ടായാലും അത് നാടിന്റെ ഐക്യത്തിന് ആപത്താണെന്ന ബോധ്യമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയെ ശക്തമായി എതിർക്കുന്നതിനോടൊപ്പം തന്നെ അതിന് മറുപടി എന്നോണം ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രവണതകളെയും തുറന്നു കാട്ടാനാണ് താൻ ശ്രമിച്ചതെന്ന് സജി ചെറിയാൻ വിശദീകരിച്ചു. ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങൾ മതനിരപേക്ഷ കേരളത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനായി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് കണക്കുകളെ ഉദാഹരണമായി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. 39 അംഗങ്ങളുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച LDF-നും കോൺഗ്രസിനും വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്.